ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സ്ലീപ് ടൈൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ലക്ക് എന്ന ആനിമേഷൻ മൂവിയാണ്. സോ നമുക്ക് കഥയിലോട്ട് കടക്കാം. സാം എന്ന അനാഥ പെൺകുട്ടി ജീവിതത്തിൽ എന്നും നിർഭാഗ്യങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഒരാളാണ്. എന്നാൽ ഒരു ദിവസം ഒരു കറുത്ത പൂച്ചയെ കണ്ടുമുട്ടിയതോടെ അവളുടെ ജീവിതം മാറി മറിയുന്നു. ആ പൂച്ച അവൾക്ക് ഒരു ഭാഗ്യ നാണയം സമ്മാനിക്കുന്നു. സാമിന് 18 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതിനാൽ അവൾ അനാഥാലയം വിട്ട് സ്വന്തം ജീവിതം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 8 വയസ്സുള്ള ഹേസൽ ആണ്. അവൾക്ക് സാമിനൊപ്പം ഡാൻസ് പരിശീലിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എന്നാൽ സാമിന്റെ നിർഭാഗ്യം കാരണം പരിശീലനത്തിനിടെ മുഴുവൻ സെറ്റും അവളുടെ മുകളിലേക്ക് തകർന്നു വീഴുന്നു. സുഹൃത്തിന് ഈ നിർഭാഗ്യം മാറിക്കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഹേസൽ തന്റെ ഭാഗ്യവസ്തുക്കളുടെ ശേഖരത്തിൽ നിന്ന് ഒരു വസ്തു സാമിന് നൽകുന്നു. ദത്തെടുക്കാൻ വരുന്ന ദമ്പതികൾ തനിക്കൊരു കുടുംബം നൽകുമെന്ന് പ്രതീക്ഷിച്ച് ഹേസൽ തന്റെ എല്ലാ ഭാഗ്യചിഹ്നങ്ങളും ഒരു ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ആ ശേഖരത്തിൽ ഒരു ഭാഗ്യ നാണയം മാത്രമാണ് ഇല്ലാത്തത്. അതൊന്നും ഇതുവരെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ അനാഥാലയത്തിന്റെ ഡയറക്ടർ അവിടെ എത്തി. സാമിനെ അവളുടെ പുതിയ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകാൻ സോഷ്യൽ വർക്കർ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. മനസ്സു നിറയെ വിഷമത്തോടെ സാം ഹേസലിനോട് യാത്ര പറയുന്നു. എവിടെയെങ്കിലും ഒരു ഭാഗ്യ നാണയം കിട്ടിയാൽ അടുത്ത സന്ദർശനത്തിന് മുമ്പ് അത് ഹേസലിന് കൊണ്ടുവന്ന് നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു. അല്പസമയത്തിനു ശേഷം തന്റെ രേഖകളെല്ലാം അടങ്ങിയ ഒരു പെട്ടിയുമായി സാം കാറിൽ കയറുന്നു. പുതിയ ഫ്ളാറ്റിലേക്കുള്ള യാത്രക്കിടെ അവൾ ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു പഴയ ഫോട്ടോ കാണുന്നു. അത് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദത്തെടുക്കാൻ ഒരു കുടുംബം വരേണ്ട ദിവസമാണ് അവൾ ഓർക്കുന്നത്. എന്നാൽ അവസാന നിമിഷം അവർ വരാതിരുന്നതിനാൽ അത് നടക്കാതെ പോയിരുന്നു. അങ്ങനെ പലതവണ അവളെ ദത്തെടുക്കാൻ വന്ന കുടുംബങ്ങൾ അവസാന നിമിഷം പിന്മാറി. കാലക്രമേണ സ്വന്തം നിർഭാഗ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാം പഠിച്ചു. പുതിയ ഫ്ളാറ്റിലെത്തിയ ശേഷം സോഷ്യൽ വർക്കർ താക്കോൽ കൈമാറുന്നു. എന്നാൽ പതിവ് പോലെ അത് സാമിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് ഒരു മാൻഹോളിന്റെ അരികിലേക്ക് വീഴുന്നു. ഭാഗ്യവശാൽ താക്കോൽ അഴുക്കുചാലിലേക്ക് വീഴുന്ന ചെറിയ ദൂരത്തിലൂടെ താഴേക്ക് പോകുന്നില്ല. പക്ഷേ അതിനു മുകളിൽ കൂടി ഒരു സൈക്കിൾ കടന്നു പോകുന്നു. സാമിന്റെ നിർഭാഗ്യം മുൻകൂട്ടി അറിയാവുന്ന സോഷ്യൽ വർക്കർ ഇതിനായി തയ്യാറായിരുന്നു. അവൾ ഉടൻ തന്നെ മറ്റൊരു താക്കോൽ കൂട്ടം സാമിന് കൈമാറുന്നു. അന്ന് രാത്രി ഉറങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ ലോൺ മോവറിന്റെ ശബ്ദം കേട്ടാണ് സാം ഉണരുന്നത്. ജാലകം തുറന്നു കിടന്നതിനാൽ നിരവധി ഇലകൾ മുറിക്കുള്ളിലേക്ക് വീഴുന്നു. ജാലകം അടക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളുടെ ബാലൻസ് തെറ്റി കിടക്കയിലേക്ക് വീഴുന്നു. സമയം നോക്കിയപ്പോൾ ജോലിയുടെ ആദ്യ ദിവസത്തിന് തയ്യാറാകാൻ ഇനിയും വളരെ കുറച്ച് സമയം മാത്രമാണുള്ളതെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ വേഗത്തിൽ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുന്നു. പക്ഷേ ചൂലിന്റെ പിടി വാതിലിൽ കുടുങ്ങിയതിനാൽ അത് തുറക്കാൻ കഴിയുന്നില്ല. ഇത്തരം സംഭവങ്ങൾ പതിവായതിനാൽ സാം ഒട്ടും പരിഭ്രമിക്കുന്നില്ല. ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ഉപയോഗിച്ച് ചൂലിന്റെ പിടി ഉയർത്തി അവൾ വാതിൽ തുറക്കുന്നു. ശേഷം ഒരു ജോഡി സോക്സ് കണ്ടെത്താൻ കുറച്ച് സമയം നഷ്ടമാകുന്നു. അതിനുശേഷം പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ അവൾ ഓടുന്നു. പക്ഷേ ജാമിന്റെ കുപ്പി പ്ലേറ്റിന്റെ അരികിൽ പതിച്ചതോടെ ബ്രെഡ് കഷ്ണം ചുമരിലേക്ക് തെറിച്ചു വീണ് എല്ലായിടത്തും ജാം പടരുന്നു. ഒടുവിൽ അത് നിലത്തേക്കും വീഴുന്നു. എല്ലാം വൃത്തിയാക്കിയ ശേഷം സാം സൈക്കിൾ എടുത്ത് ജോലിക്ക് പുറപ്പെടുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് ടയറിലെ കാറ്റ് പോയതായി അവൾ ശ്രദ്ധിക്കുന്നു. അതിനാൽ ആദ്യം ടയറിന്റെ കാറ്റ് നിറയ്ക്കേണ്ടി വരുന്നു. ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടായിട്ടും സാം സമയത്തിന് മുമ്പേ ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു. അത് കണ്ട പുതിയ ബോസ് മാർവിൻ അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവളുടെ നിർഭാഗ്യം വീണ്ടും തലപൊക്കുന്നു. ചെയ്യേണ്ട എല്ലാ ജോലികളിലും അവൾ അബദ്ധങ്ങൾ വരുത്തുന്നു. അതിനാൽ ജോലിക്കിടെ അപകടങ്ങൾ കുറയ്ക്കാനായി ഷോപ്പിംഗ് കാർട്ടുകൾ നോക്കുന്ന ജോലി ചെയ്യാൻ മാർവിൻ അവളെ ചുമതലപ്പെടുത്തുന്നു. വാരാന്ത്യത്തിൽ ഹേസലിനെ ദത്തെടുക്കുന്നതിന് മുമ്പ് അവളോട് യാത്ര പറയാൻ സാം അനാഥാലയത്തിലെത്തുന്നു. എന്നാൽ ഹേസലിനെ കാണാൻ വരേണ്ടിരുന്ന കുടുംബം അവരുടെ സന്ദർശനം റദ്ദാക്കിയതായി മിസിസ് റിവേര അറിയിക്കുന്നു. അതേസമയം 2 ദിവസത്തിനകം മറ്റൊരു ദമ്പതികൾ ഹേസലിനെ കാണാൻ വരുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അത് കേട്ട് സാം ദുഃഖത്തിലാകുന്നു. ഒരു കാലത്ത് തന്റെ പേരിൽ ദത്തെടുക്കാൻ വന്നിട്ട് പിന്മാറിയ കുടുംബങ്ങളുടെ നീണ്ട പട്ടിക ഉണ്ടായിരുന്നതുപോലെ ഹേസലിനും അത്തരമൊരു അനുഭവം വരുമോ എന്ന ആശങ്ക അവളെ അലട്ടുന്നു. ഹേസലിനെ കണ്ടപ്പോൾ അവൾ ഏറെ വിഷമിച്ചിരിക്കുന്നതും തനിക്കൊരിക്കലും ഒരു കുടുംബം ലഭിക്കില്ലെന്ന ഭയത്തിലാണെന്നും സാം മനസ്സിലാക്കുന്നു. സാം അവളെ ആശ്വസിപ്പിച്ച് അധികം വൈകാതെ തന്നെ ഒരു നല്ല കുടുംബം അവളെ ദത്തെടുക്കുമെന്ന് ആത്മവിശ്വാസം നൽകുന്നു. അന്ന് രാത്രി സാം ഭക്ഷണം കഴിക്കാൻ ഒരു കഫേയിലെത്തുന്നു. എന്നാൽ എല്ലാ മേശകളും നിറഞ്ഞിരുന്നതിനാൽ അവൾ പുറത്തുള്ള നടപ്പാതയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച അവളുടെ അടുത്ത് വന്നിരിക്കുന്നത്. സാം തന്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് അതിനും പങ്കുവെക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം പൂച്ച അവിടെ നിന്ന് പോകുന്നു. സാം വീട്ടിലേക്ക് മടങ്ങാൻ എഴുന്നേൽക്കുമ്പോൾ നിലത്ത് കിടന്നിരുന്ന നാപ്കിൻ എടുക്കുന്നതിനിടെ ഒരു നാണയം അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് കണ്ടയുടൻ അവൾക്ക് ഹേസലിനെ ഓർമ്മ വരുന്നു. ഭാഗ്യവസ്തുക്കളുടെ ശേഖരണം പൂർത്തിയാക്കാൻ ഹേസലിന് ഒരു ഭാഗ്യ നാണയം വേണമെന്ന കാര്യം സാം ഓർക്കുന്നു. അതിനാൽ ആ നാണയം എടുത്ത് അടുത്തതായി ഹേസലിനെ കാണുമ്പോൾ അത് അവൾക്ക് നൽകാമെന്ന് സാം തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്താൽ അടുത്തതായി വരുന്ന കുടുംബം ഹേസലിനെ ദത്തെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാവിലെ വിചിത്രമായ ഒരു കാര്യം സംഭവിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി അലാറം മുഴങ്ങിയ ഉടൻ തന്നെ സാം കൃത്യസമയത്ത് ഉണരുന്നു. പുറത്ത് തോട്ടക്കാരൻ പുല്ലുവെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രാവശ്യം അവളുടെ മുറിക്കുള്ളിലേക്ക് ഒരു ഇല മാത്രം വീഴുന്നു. കുളിക്കാൻ പോകുന്നതിനിടെ നാണയം പോക്കറ്റിൽ നിന്ന് താഴെ വീഴുന്നു. അപ്പോഴാണ് അതിൽ 4 ഇലയുള്ള ക്ലോവറിന്റെ അടയാളം കൊത്തിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്.
അത് ശരിക്കും ഒരു ഭാഗ്യനാണയമാണെന്ന് സാം സംശയിക്കുന്നു. അത് പരീക്ഷിക്കാൻ അവൾ നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് ജാം പുരട്ടിയ ബ്രെഡ് താഴേക്ക് വീഴാൻ അനുവദിക്കുന്നു. അത്ഭുതകരമായി ജാം പുരട്ടിയ ഭാഗം മുകളിലായിട്ടാണ് അത് വീഴുന്നത്. അതേ പരീക്ഷണം നാണയമില്ലാതെ വീണ്ടും ചെയ്തപ്പോൾ ഈ പ്രാവശ്യം ജാം പുരട്ടിയ ഭാഗം താഴേക്കാണ് വീഴുന്നത്. ഇതോടെ ആ നാണയം ശരിക്കും ഭാഗ്യം നൽകുന്നതാണെന്ന് സാം ഉറപ്പിക്കുന്നു. ഹേസലിനെ ദത്തെടുക്കാൻ ഈ നാണയം സഹായിക്കുമെന്ന് വിശ്വസിച്ച് സാം ഉടൻ തന്നെ അനാഥാലയത്തിലേക്ക് വിളിച്ച് പിന്നീട് അവിടേക്ക് വരുമെന്ന് മിസിസ് റിവേരയെ വിവരം അറിയിക്കുന്നു. ജോലി സ്ഥലത്തും സാം തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഭാഗ്യമുള്ള ദിവസം ആസ്വദിക്കുന്നു. ആദ്യമായി അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു. അത് കണ്ട് മാർവിൻ തന്റെ പുതിയ ജീവനക്കാരിയുടെ കഴിവിൽ അമ്പരക്കുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സാം ബാത്റൂമിലേക്ക് പോകുന്നു. അവൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോണും ഭാഗ്യനാണയവും എടുത്ത് ടോയ്ലറ്റ് പേപ്പർ ഹോൾഡറിന്റെ മുകളിലേക്ക് വെക്കുന്നു. പക്ഷേ ആ ടോയ്ലറ്റിൽ ഓട്ടോമാറ്റിക് ഫ്ലഷ് സംവിധാനമുണ്ടെന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഫ്ലഷ് പ്രവർത്തിച്ചതോടെ സാം ഭയന്നു പോകുന്നു. ആ നിമിഷം നാണയം മുകളിലേക്ക് തെറിച്ച് അടുത്ത ടോയ്ലറ്റിനുള്ളിലേക്ക് വീഴുന്നു. ഫ്ലഷ് പ്രവർത്തിക്കാതിരിക്കാൻ സാം പരമാവധി ശ്രമിച്ചെങ്കിലും അവളുടെ നിർഭാഗ്യം കാരണം അത് അസാധ്യമാകുന്നു. അവളുടെ മുഖത്ത് നിന്ന് വീണ ഒരു വിയർപ്പ് തുള്ളി ഫ്ലഷ് പ്രവർത്തിക്കാൻ കാരണമാവുകയും നാണയം നേരെ അഴുക്കുചാലിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നു. സംഭവിച്ചതിൽ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ രാത്രി കണ്ട അതേ കറുത്ത പൂച്ചയെ സാം വീണ്ടും കാണുന്നത്. തന്റെ കഥ ആരും വിശ്വസിക്കില്ലെന്ന് കരുതി അവൾ സംഭവിച്ചതെല്ലാം പൂച്ചയോട് പറഞ്ഞു തുടങ്ങുന്നു. ഭാഗ്യനാണയം ഫ്ലഷ് ചെയ്തുവെന്ന് കേട്ടതു മാത്രം പൂച്ച ദേഷ്യത്തോടെ അവളോട് നിലവിളിക്കുന്നു. ഞെട്ടിപ്പോയ സാം പൂച്ചയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിന്റെ കഴുത്തിലെ കോളറിൽ 4 ഇലയുള്ള ക്ലോവറിന്റെ അടയാളം കാണുന്നു. അപ്പോഴാണ് ആ നാണയം പൂച്ചയുടേതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. സാം മറ്റൊരു ഭാഗ്യനാണയം തരണമെന്ന് അപേക്ഷിച്ചെങ്കിലും പൂച്ച അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സാം നഗരമൊട്ടാകെ അതിന്റെ പിന്നാലെ ഓടുന്നു. ഒടുവിൽ ഒരു ഇടവഴിയിൽ ഒളിച്ചിരുന്ന പൂച്ചയെ അവൾ കണ്ടെത്തുന്നു. പൂച്ച ഒരു കീബോർഡിൽ രഹസ്യ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതോടെ ഒരു പോർട്ടൽ തുറക്കുന്നു. മറ്റൊരു ഭാഗ്യനാണയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാം പൂച്ചയുടെ പിന്നാലെ ആ പോർട്ടലിലൂടെ അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ അവൾ ഭാഗ്യത്തിന്റെ ലോകമായ ലാൻഡ് ഓഫ് ലക്കിൽ എത്തിച്ചേരുന്നു. തന്റെ പിന്നാലെ ഒരു മനുഷ്യ പെൺകുട്ടി വന്നതായി കണ്ട ബോബ് ഭയന്നു പോകുന്നു. ആ ലോകത്തേക്ക് മനുഷ്യർക്ക് പ്രവേശനം പാടില്ല. മറ്റൊരു ഭാഗ്യനാണയം തന്നാൽ ഉടൻ തന്നെ തിരികെ പോകാമെന്ന് സാം പറയുന്നു. എന്നാൽ ആ നാണയം താൻ കൊടുത്തതല്ലെന്നും തന്റെ കോളറിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണതാണെന്നും ബോബ് വിശദീകരിക്കുന്നു. ഭാഗ്യലോകത്തിലെ ജീവികൾ മനുഷ്യലോകത്ത് ഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ അവിടെ പോകുമ്പോൾ അവർ ഈ ഭാഗ്യനാണയങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും 2 ഗ്ലോബിനുകൾ അവിടേക്ക് എത്തുന്നു. അവരെ കണ്ട ബോബ് സാമിനോട് ഉടൻ ഒളിക്കാൻ ആവശ്യപ്പെടുന്നു. അവർ ബോബിനോട് അവന്റെ സഹായി ജെറി എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് ജെറി നാണയങ്ങളുടെ വെയർഹൌസിലാണെന്ന് അവർ മറുപടി നൽകുന്നു. അത് കേട്ട സാം ആ വെയർഹൌസിൽ കയറി ഒരു ഭാഗ്യനാണയം എടുത്താൽ പ്രശ്നം തീരുമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. പക്ഷെ ആ നാണയശേഖരത്തിലേക്ക് പ്രവേശിക്കാൻ എൽഫുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. അതിനാൽ സാം ഒരു എൽഫിന്റെ വേഷം ധരിച്ച് അകത്ത് കടക്കേണ്ടി വരുന്നു. അതിനാൽ ബോബിന് തന്റെ ഭാഗ്യനാണയം കൈമാറണം. അതുകൊണ്ട് താൽക്കാലികമായി നാണയത്തിന് പകരം തന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ബാഗിലെ ബട്ടൺ ഉപയോഗിക്കാമെന്ന് സാം നിർദ്ദേശിക്കുന്നു. ചില കാരണങ്ങളാൽ ക്യാപ്റ്റന് ബോബിനെ ഇഷ്ടമല്ല. അതിനാൽ അവർ എപ്പോഴും അവനെ പ്രത്യേകമായി നിരീക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് നാണയം കൈമാറുന്ന സമയത്ത് ക്യാപ്റ്റന്റെ ശ്രദ്ധ തിരിക്കേണ്ട ചുമതല ബോബ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ബട്ടണാണ് കൈമാറുന്നതെന്ന് അവൾ അറിയാതിരിക്കും. അതിനിടെ സാം എൽഫുകളുടെ പ്രവേശന കവാടം കടന്ന് അകത്തേക്ക് പോകുന്നു. ശേഷം ഇരുവരും ചേർന്ന് വസ്ത്രം മാറുന്ന മുറിയിലേക്ക് എത്തുന്നു. അവിടെ ബോബ് തന്റെ സഹായി ജെറിയുടെ ലോക്കർ തുറന്ന് ഒരു എൽഫ് യൂണിഫോം സാമിന് കൈമാറുന്നു. അപ്പോഴേക്കും 2 എൽഫുകൾ അവിടേക്ക് എത്തുകയും സാമിന്റെ ഉയരം കണ്ട് അമ്പരക്കുകയും ചെയ്യുന്നു. ബോബ് ലോകത്തിലെ ഏറ്റവും മികച്ച എൽഫുകൾ താമസിക്കുന്ന ലാറ്റ്വിയയിൽ നിന്നാണ് അവൾ വന്നതെന്ന് പറഞ്ഞ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നു. അവരോട് യാത്ര പറഞ്ഞ ശേഷം ബോബും സാമും നാണയ വെയർഹൌസിലേക്ക് പോകുന്നു. ഭാഗ്യലോകത്തിന്റെ ഉൾവശം കണ്ട സാം അത്ഭുതപ്പെടുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നു. അവിടെയുള്ള ജീവികൾ എല്ലാവരും പരസ്പരം ഐക്യത്തോടെ ജീവിക്കുകയാണ്. ബോബ് ഒരു ഗതാഗത ഡിസ്കിൽ കയറി മുന്നോട്ട് പോകുന്നു. സാം പിന്നിലുണ്ടെന്ന് അവൻ കരുതുന്നു. എന്നാൽ അവൾ ഇപ്പോഴും മുകളിലാണെന്ന് മനസ്സിലാക്കിയ ബോബ് താഴേക്ക് വീഴുന്നതിനിടെ തിരികെ വന്ന് അവളെ സഹായിക്കുന്നു. സാമിന്റെ നിർഭാഗ്യം എത്രത്തോളം വലുതാണെന്ന് കണ്ട് ബോബ് വീണ്ടും അമ്പരക്കുന്നു. അല്പസമയത്തിനകം അവർ ജെറിയെ കണ്ടുമുട്ടുന്നു. ലാറ്റ്വിയയിൽ നിന്ന് പുതുതായി ജോലിക്കെത്തിയ എൽഫാണെന്ന് പറഞ്ഞ് വെയർഹൌസിലെ ജോലി സാമിനെ പഠിപ്പിക്കാൻ ബോബ് ജെറിയോട് ആവശ്യപ്പെടുന്നു. ജെറി ഉടൻ തന്നെ അതിന് സമ്മതിക്കുന്നു. ആദ്യം അവൻ ഒരു കറങ്ങുന്ന കസേരയിലിരുന്ന് ഒരു നാണയം എടുത്ത് മിനുക്കുന്നു. അതിനുശേഷം ആ നാണയം ഒരു ട്യൂബിലൂടെ വലിച്ചെടുക്കപ്പെടുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ നാണയം പോക്കറ്റിൽ ഒളിപ്പിക്കാൻ സാം ശ്രമിച്ചെങ്കിലും അത് വിജയിക്കുന്നില്ല. മൂന്നാമത്തെ ശ്രമത്തിൽ അവൾ ബട്ടൺ പിടിച്ചെടുക്കുന്നു. അതോടെ അവിടെ ആകെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. താൻ വലിയൊരു അബദ്ധം ചെയ്തെന്ന് മനസ്സിലാക്കിയ സാം ജെറിയോട് സത്യം തുറന്നു പറയുന്നു. ഒരു പുതിയ ഭാഗ്യനാണയം കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാം ഒരു മനുഷ്യയാണെന്ന് അറിഞ്ഞ ജെറി ആദ്യം ഞെട്ടിപ്പോകുന്നു. എങ്കിലും ബോബിനെ നിർഭാഗ്യലോകത്തേക്ക് നാടുകടത്താതിരിക്കാൻ നഷ്ടമായ നാണയം കണ്ടെത്താൻ അവൻ സമ്മതിക്കുന്നു. അതിനിടയിൽ അടിയന്തര സൈറൺ മുഴങ്ങുകയും ക്യാപ്റ്റൻ മുയലുകളുമായി ചേർന്ന് അവിടെ എവിടെയെങ്കിലും നിർഭാഗ്യത്തിന്റെ കണങ്ങൾ പടർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എത്തുകയും ചെയ്യുന്നു. മറ്റൊരു വഴി ആലോചിക്കുന്നതിനിടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് മനുഷ്യലോകത്ത് നഷ്ടമായ നാണയങ്ങൾ തിരികെ കൊണ്ടുവരാൻ മുയൽ ഡ്രോൺ ഉപയോഗിച്ചിരുന്നതായി ജെറി പറയുന്നു. എന്നാൽ വർഷങ്ങളായി ആ ഡ്രോൺ ഉപയോഗിച്ചിട്ടില്ല. അതിനാൽ ആദ്യം അതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഭാഗ്യ ക്രിസ്റ്റൽ വേണം. അവർ ഭാഗ്യനിലയിലേക്ക് എത്തുമ്പോൾ ഇത്രയും ഉയരമുള്ള ഒരു എൽഫിനെ കണ്ട എല്ലാവരും അത്ഭുതപ്പെടുന്നു. ആരും സംശയിക്കാതിരിക്കാൻ 3 പേരും നിശബ്ദമായി മുന്നോട്ട് പോകുകയും ഒളിച്ചുകൊണ്ട് ഭാഗ്യലോകത്തിന്റെ തലവൻ ജോലി ചെയ്യുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു.
സാമിന്റെ സഹായത്തോടെ ബോബിന് ഒരു ഭാഗ്യ ക്രിസ്റ്റൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം പദ്ധതിയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. ജെറി ഡ്രോൺ കൊണ്ടുവരാൻ പോകുമ്പോൾ ബോബും സാമും നിയന്ത്രണ മുറിയിലേക്ക് നീങ്ങുന്നു. ജെറി ഭാഗ്യ ക്രിസ്റ്റൽ ഡ്രോണിൽ ഘടിപ്പിക്കുന്നു. അതോടെ ഡ്രോൺ മനുഷ്യലോകത്തേക്ക് യാത്ര തിരിക്കുന്നു. ഡ്രോണിന്റെ യാത്ര കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുമ്പോൾ അവിടെയുള്ള എല്ലാ മുയലുകൾക്കും എന്തോ അസാധാരണമായ കാര്യം നടക്കുന്നതായി തോന്നുന്നു. അവരുടെ ശ്രദ്ധ തിരിക്കാനായി സാം മുറിയിലേക്ക് കയറി ഹേസലിനൊപ്പം പരിശീലിച്ച അതേ നൃത്തം പാടി അവതരിപ്പിക്കാൻ തുടങ്ങുന്നു. സാം നൃത്തം തുടങ്ങുന്നതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുയലുകളും അവളോടൊപ്പം ചേർന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടെ ബോബ് തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നു. ഡ്രോൺ ഭാഗ്യനാണയം കണ്ടെത്തി തിരികെ ഭാഗ്യലോകത്തിലേക്ക് എത്തുന്നു. സാമും ബോബും നിയന്ത്രണ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാപ്റ്റന്റെ ഒരു പ്രഖ്യാപനം കേൾക്കുന്നു. നാണയ ശേഖരത്തിലേക്ക് ഒരു ബട്ടൺ എത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന സംശയകരിൽ 3 പൂജകളുണ്ടെന്നും അവൾ അറിയിക്കുന്നു. അവരിൽ ഒരാൾ ബോബാണ്. ഡ്രോൺ തിരികെ കൊണ്ടുവന്ന നാണയം അഴുക്കുചാലിലെ വെള്ളം മുഴുവനും പറ്റിയ നിലയിലാണ്. അതെടുക്കാൻ ചെറിയൊരു കയ്യുറ ഉപയോഗിക്കുന്നു. പക്ഷേ അത് പിടിക്കുന്നതിന് മുമ്പേ വാക്യൂം പ്രവർത്തിച്ച് ഡ്രോണിനെയും അതിനൊപ്പം വലിച്ചിഴക്കുന്നു. ആ ഡ്രോണിനെ തിരിച്ചു പിടിക്കാൻ ഭാഗ്യലോകത്തിനും നിർഭാഗ്യലോകത്തിനും ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ എന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. എലിവേറ്ററിൽ കയറിയ ശേഷം സാം ഒരു ബട്ടൺ അമർത്തുന്നു. അത് കണ്ട് ബോബ് അവർ തെറ്റായ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അബദ്ധത്തിൽ സാം അവരെ നിർഭാഗ്യലോകത്തിലേക്കാണ് എത്തിച്ചത്. അവിടെ ഗുരുത്വാകർഷണം ഭാഗ്യലോകത്തിന്റെ നേരെ വിപരീതമാണ്. എലിവേറ്ററിൽ നിർത്തിയ ഉടൻ സാം പുറത്തേക്ക് തെറിച്ചു വീഴുകയും ഒരു പൈപ്പിൽ തലയിടിച്ച് അത് ഒടിയുകയും ചെയ്യുന്നു. അതോടെ എലിവേറ്ററിന്റെ നിയന്ത്രണ ബോക്സും തകരുന്നു. സാം പുറത്ത് തന്നെ കുടുങ്ങിപ്പോകുന്നു. ഇൻ ബിറ്റ്വീനിലേക്ക് എത്താനുള്ള വഴി ബോബ് അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതിനിടെ ഭീകര രൂപമുള്ള ചില ജീവികളെ സാം കാണുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ഒരു ബാറിനുള്ളിലേക്ക് ഒളിച്ചു കയറുന്നു. അകത്ത് കടന്നപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു വെളിച്ചത്തെ ചുറ്റി നിലവിളിച്ചുകൊണ്ടിരുന്ന നിരവധി വിചിത്ര ജീവികളെ അവൾ കാണുന്നു. അവിടെ നിന്നും പുറത്തു വന്ന സാം ബോബ് പറഞ്ഞ ടവർ 13 കണ്ടെത്തുന്നു. അവിടെയാണ് ഇൻ ബിറ്റ്വീനിലേക്കുള്ള രഹസ്യപാതയുള്ളത്. അവിടെ എത്താൻ നിർഭാഗ്യ ലോകത്തിലെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മുന്നേറേണ്ടി വരുന്നു. കാരണം അവിടെ ഒന്നും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഒടുവിൽ ടവറിനുള്ളിൽ കടന്ന സാം ആരും കാണാതെ ഒളിച്ചുകൊണ്ട് വഴികാട്ടുന്ന അടയാളങ്ങൾ പിന്തുടരുന്നു. താഴെയായി ഒരു ചെറിയ വാതിൽ കാണുന്നു. അതിലൂടെ കയറുകൾ പിടിച്ച് താഴേക്ക് ഇറങ്ങിയാണ് അവൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അല്പസമയത്തിനകം അവൾ ബോബിനെ വീണ്ടും കണ്ടെത്തുന്നു. ബോബ് ഒരു അടയാളം മാറ്റി സാമിനോട് ചാടാൻ പറയുന്നു. അങ്ങനെ ചെയ്തതോടെ 2 ലോകത്തിലെയും ഗുരുത്വാകർഷണ വ്യത്യാസം കാരണം സാം മറുവശത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. അല്പസമയത്തിനു ശേഷം സാമിന്റെ കാലിൽ നിർഭാഗ്യത്തിന്റെ കണങ്ങൾ പറ്റിയിരിക്കുന്നതായി ബോബ് ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് ജെഫ് അടുത്തേക്ക് വരുന്നത്. ഇരുവരും ഉടൻ ഒളിച്ചിരിക്കുന്നു. ജെഫ് എന്ന യൂണിക്കോൺ നിർഭാഗ്യത്തിന്റെ കണങ്ങൾ വാരി മാറ്റാൻ തുടങ്ങുന്നു. അതിനിടയിൽ ആ കണങ്ങളെ പിന്തുടർന്ന് അവൻ നേരെ സാം ഒളിച്ചിരുന്ന സ്ഥലത്തെത്തുന്നു. ആ പൊടി മിക്സറിൽ നിന്നാണെന്ന് ജെഫ് കരുതുന്നു. ആ മിക്സറാണ് നിർഭാഗ്യത്തിന്റെ കണങ്ങൾ റാൻഡമൈസറിലേക്ക് അയച്ച് പിന്നീട് മനുഷ്യലോകത്താകെ വിതരണം ചെയ്യുന്നത്. ആ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോബ് ഡ്രോൺ തിരയാൻ പോകുന്നു. സംസാരത്തിനിടെ ജെഫ് ഡ്രാഗൺ ലേഡിയോടൊപ്പമുള്ള ഒരു ചിത്രം സാമിനെ കാണിക്കുന്നു. അവളാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയമെന്ന് അവൻ പറയുന്നു. റാൻഡമൈസർ നിർമ്മിക്കുന്നതിന് മുമ്പ് നിർഭാഗ്യത്തിന്റെ കണങ്ങൾ കൈകൊണ്ടാണ് വാരി മാറ്റിയിരുന്നതെന്ന് ജെഫ് പറയുന്നു. ഒരു ദിവസം ഒരു പൈപ്പ് പൊട്ടി ആ കണങ്ങൾ മുഴുവൻ തന്റെ ശരീരത്തിലേക്ക് വീണുവെന്നും അപ്പോൾ ബേബ് തന്നെ കാണാൻ വന്നതായും അവൻ ഓർക്കുന്നു. തന്റെ നിർഭാഗ്യം കുറയ്ക്കാൻ ബേബ് ഒരു ഭാഗ്യനാണയം കടം നൽകിയിരുന്നു. പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ 4 മാസം എടുത്തെങ്കിലും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ 4 മാസങ്ങൾ അതായിരുന്നുവെന്ന് ജെഫ് പറയുന്നു. കാരണം ആ കാലം മുഴുവൻ തന്റെ പ്രണയിനിയോടൊപ്പം കഴിയാൻ അവന് കഴിഞ്ഞിരുന്നു. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞുവെന്നും ജെഫ് വിഷമത്തോടെ പറയുന്നു. അതിനിടെ പുതിയ സാധനങ്ങൾ എത്തുന്നതിന്റെ സൂചന കേൾക്കുന്നു. മാലിന്യങ്ങളുടെ കൂമ്പാരത്തിൽ ഡ്രോൺ തിരയുകയായിരുന്ന ബോബിനോട് കുറച്ചു മുമ്പ് അത്തരമൊരു ഡ്രോൺ തനിക്ക് കിട്ടിയിരുന്നുവെന്ന് ജെഫ് പറയുന്നു. അതിലൊരു ഭാഗ്യനാണയം ഉണ്ടായിരുന്നെങ്കിലും അത് അഴുക്കിൽ മൂടപ്പെട്ടതിനാൽ അണുവിമുക്തമാക്കാൻ നാണയ വെയർഹൌസിലേക്ക് അയച്ചുവെന്ന് അവൻ വിശദീകരിക്കുന്നു. ഇത് കേട്ട ശേഷം ബോബും സാമും വീണ്ടും ഭാഗ്യലോകത്തിലേക്ക് മടങ്ങുന്നു. ഭാഗ്യലോകത്തിലേക്ക് തിരിച്ചെത്തിയ ബോബ് ഇനി തന്നെ നിർഭാഗ്യ ലോകത്തേക്ക് നാടുകടത്തുമെന്ന് ഉറപ്പിച്ച് നിരാശനാകുന്നു. എന്നാൽ സാമിന് ഇപ്പോഴും ഒരു പദ്ധതി ഉണ്ടെന്ന് അവൾ ബോബിനോട് പറയുന്നു. ഇൻ ബിറ്റ്വീനിൽ ഉണ്ടായിരുന്നപ്പോൾ നിർഭാഗ്യത്തിന്റെ ഒരു ചെറിയ കണം അവൾ ഒളിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു. അതുപയോഗിച്ച് ബേബിനെ കാണാനാണ് അവളുടെ തീരുമാനം. ബേബിനെ കണ്ടുമുട്ടിയ ഉടൻ സാം കൊണ്ടുവന്ന നിർഭാഗ്യത്തിന്റെ ഗന്ധം അവൾ തിരിച്ചറിയുന്നു. ഉടൻ തന്നെ മുയലുകളെ വിളിച്ച് സാമിന്റെ ഷൂവിന്റെ അടിയിൽ ഒട്ടിക്കിടന്നിരുന്ന ആ നിർഭാഗ്യ കണം നീക്കം ചെയ്യാൻ ബേബ് ആവശ്യപ്പെടുന്നു. ശേഷം ആ നിർഭാഗ്യം ഇല്ലാതാക്കാൻ ഒരു ഭാഗ്യനാണയം ബേബ് സാമിന് നൽകുന്നു. മുമ്പ് സഹായിച്ച ഒരാൾക്ക് പൂർണ്ണമായി നിർഭാഗ്യം മാറാൻ 4 മാസം വരെ ആ നാണയം കൈവശം വെക്കേണ്ടി വന്നിരുന്നുവെന്നും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ 4 മാസങ്ങളായിരുന്നു അതെന്നും ബേബ് പറയുന്നു. ലക്ഷ്യം പൂർത്തിയായതിൽ സന്തോഷിച്ച് സാം ആ വാർത്ത പറയാൻ ബോബിന്റെ അടുത്തേക്ക് ഓടുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ബോബിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അവൾ കാണുന്നത്. ഉടൻ തന്നെ സാം അവരുടെ പിന്നാലെ ഓടുന്നു. വാഹനത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറിയ സാം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ക്യാപ്റ്റനോട് ബോബിന്റെ കോളറിൽ നിന്ന് വീണ ഭാഗ്യനാണയം താൻ കണ്ടെത്തിയെന്ന് പറയുന്നു. ബോബ് തന്റെ ഭാഗ്യനാണയം ക്യാപ്റ്റന് കൈമാറുന്നു. അത് കണ്ട് ക്യാപ്റ്റൻ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് കരുതി ബോബിനെ നാടുകടത്താനുള്ള തീരുമാനം പിൻവലിക്കുന്നു. ക്യാപ്റ്റൻ പോയതിനു ശേഷം ഹേസലിന് നൽകാമായിരുന്ന നാണയം ഉപേക്ഷിച്ച് തന്നെ രക്ഷിച്ചതിന് ബോബ് സാമിന് നന്ദി പറയുന്നു. എന്നാൽ ഹേസലിനെ സഹായിക്കാൻ സാമിന് മറ്റൊരു പദ്ധതിയുണ്ട്. ജെഫിന്റെ മിക്സർ കുറച്ചു സമയം ഓഫ് ചെയ്താൽ നിർഭാഗ്യം അവിടെ തന്നെ കുടുങ്ങിക്കിടക്കും. അങ്ങനെ ഹേസലിനെ ദത്തെടുക്കുന്നതിൽ അത് തടസ്സമാകില്ലെന്നാണ് അവളുടെ വിശ്വാസം. 2 മണിക്കൂറിന് ശേഷം മിക്സർ വീണ്ടും ഓണാക്കി എല്ലാം പഴയപടിയാക്കാമെന്ന് ബോബ് തീരുമാനിക്കുന്നു. ഭാഗ്യലോകത്തിലെ തന്റെ ദൗത്യം പൂർത്തിയാക്കിയതോടെ സാം ബോബിനോട് യാത്ര
യാത്ര പറഞ്ഞ് മനുഷ്യലോകത്തേക്ക് മടങ്ങാൻ എലിവേറ്ററിൽ കയറുന്നു. അപ്പോഴേക്കും നിർഭാഗ്യത്തിന്റെ കണങ്ങൾ ഭാഗ്യലോകമാകി പടരാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും ഇൻ ബിറ്റ്വീനിലേക്ക് ഓടുന്നു. പക്ഷേ അപ്പോഴേക്കും അവിടെ മുഴുവൻ നിർഭാഗ്യം കീഴടക്കിയിരുന്നു. അതിന്റെ ഫലമായി മനുഷ്യലോകത്തേക്ക് ഇനി നിർഭാഗ്യത്തിന്റെ കണങ്ങൾ മാത്രമാണ് എത്തിത്തുടങ്ങുന്നത്. അതിനാൽ ഹേസലിനെ കാണാൻ വരേണ്ടിയിരുന്ന ദമ്പതികൾ എത്തുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി അവൾക്ക് ഒരു കുടുംബം നഷ്ടമാകുന്നു. ലോകമെങ്ങും നിർഭാഗ്യം പടർന്നതോടെ റാൻഡമൈസറിലെ ഭാഗ്യക്കല്ല് തകർന്നു പോകുന്നു. അതോടെ മുഴുവൻ ഭാഗ്യലോകവും വലിയ അപകടത്തിലാകുന്നു. പുതിയ ഭാഗ്യക്കല്ല് നിർമ്മിക്കാൻ ബേബിന് ഭാഗ്യം ആവശ്യമാണ്. എന്നാൽ എല്ലാ ഭാഗ്യനാണയങ്ങളും നിർഭാഗ്യത്തിന്റെ കണങ്ങളാൽ മലിനമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബോബ് തന്റെ കോളറിൽ ഒളിപ്പിച്ചിരുന്ന നാണയം പുറത്തെടുക്കുന്നു. പക്ഷേ അതും ഇതിനകം നിർഭാഗ്യത്തിന്റെ കണങ്ങൾ ബാധിച്ചിരുന്നു. അതേസമയം ക്യാപ്റ്റൻ ബോബിന്റെ യഥാർത്ഥ രഹസ്യം കണ്ടെത്തുന്നു. ബോബ് യഥാർത്ഥത്തിൽ ഭാഗ്യലോകത്തിൽ ജനിച്ചവനല്ലെന്നും ജീവിതത്തിന്റെ ഭൂരിഭാഗവും നിർഭാഗ്യലോകത്തിലായിരുന്നുവെന്നും പിന്നീട് ഒരു ഭാഗ്യനാണയം കണ്ടെത്തിയ ശേഷമാണ് ഇവിടെ എത്തിയതെന്നും എല്ലാവരും മനസ്സിലാക്കുന്നു. ഭാഗ്യക്കല്ല് നശിച്ചതിന് പിന്നാലെ നിർഭാഗ്യക്കല്ലും തകർന്നു പോകുന്നു. അതോടെ മനുഷ്യലോകവും ഭാഗ്യലോകവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നു. വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ട സാം താൻ ഒരു മനുഷ്യയാണെന്ന സത്യം എല്ലാവരോടും തുറന്നു പറയുന്നു. രണ്ട് ലോകങ്ങളെയും വീണ്ടും ബന്ധിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്താൻ അവൾ എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് സാം അതിയായ കുറ്റബോധത്തിലാകുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ മോശം കാര്യങ്ങൾക്കും നിർഭാഗ്യമല്ല കാരണം, മറിച്ച് സ്വന്തം തെറ്റുകളാണെന്ന് അവൾ കരുതുന്നു. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സ്ഥലത്ത് പോലും എല്ലാം നശിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന് പറഞ്ഞ് സാം നിരാശപ്പെടുന്നു. അത് കേട്ട ബോബ് അവളെ ആശ്വസിപ്പിക്കുന്നു. താൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനാണ് സാം എന്നാണ് ബോബ് പറയുന്നത്. സ്വന്തമായി എന്തെങ്കിലും ലഭിച്ചാൽ അത് മറ്റുള്ളവരുമായി പങ്കിടുക എന്നതാണ് അവളുടെ ആദ്യ ചിന്തയെന്നും ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്റെ ഭക്ഷണം പങ്കുവച്ചത് അതിന്റെ തെളിവാണെന്നും അവൻ പറയുന്നു. ജീവിതം മുഴുവൻ നിർഭാഗ്യം അനുഭവിച്ചിട്ടും ഭാഗ്യനാണയം കിട്ടിയപ്പോൾ അത് സ്വന്തമായി വെക്കാതെ ഹേസലിന് നൽകാനാണ് സാം ആദ്യം തീരുമാനിച്ചതെന്നും ബോബ് ഓർമ്മിപ്പിക്കുന്നു. കേട്ട സാം വീണ്ടും പ്രതീക്ഷ നേടുന്നു. എല്ലാം ശരിയാക്കണമെന്ന ശക്തമായ ആഗ്രഹത്തിനിടയിൽ നിർഭാഗ്യ ലോകത്ത് ഭാഗ്യക്കല്ലിനോട് സാമ്യമുള്ള എന്തോ ഒന്ന് കണ്ടതായി അവൾ ഓർക്കുന്നു. അത് കണ്ടെത്താനായി ഇരുവരും വീണ്ടും നിർഭാഗ്യ ലോകത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. സാം കണ്ട സ്ഥലത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ അത് എവിടെയാണെന്ന് ബോബിന് മനസ്സിലാകുന്നു. അങ്ങനെ ഇരുവരും ആ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. ഇരുവരും ഒരു ബാറിലേക്ക് കടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വിചിത്ര രൂപമുള്ള ജീവികളെ കണ്ട് സാം ആദ്യം ഭയന്നു പോകുന്നു. നിർഭാഗ്യം സൃഷ്ടിക്കുന്ന ജീവികൾ ദുഷ്ടരും ഭീകരരുമായിരിക്കുമെന്ന് അവൾ കരുതിയിരുന്നു. എന്നാൽ അവർ സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. ആ ബാറിന്റെ ഉടമയും നിർഭാഗ്യ ലോകത്തിന്റെ മേയറുമായ ബോബിനെ വീണ്ടും കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ അവരുടെ ബാറിൽ ലക്കി ഷോട്ട് എന്ന പുതിയൊരു കോർണർ ഉണ്ടെന്നും അവൻ പറയുന്നു. ഒരു ദിവസം വെള്ളം നന്നാക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരു പൈപ്പിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗ്യത്തിന്റെ കണങ്ങൾ പുറത്തു വന്നു. അവയെല്ലാം ശേഖരിച്ച് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു. നിർഭാഗ്യ ലോകത്തിലെ എല്ലാവർക്കും കുറച്ചു നേരമെങ്കിലും ഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ ഭാഗ്യം അവരിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരുന്നതിൽ സാം കുറ്റബോധം പ്രകടിപ്പിക്കുന്നു. എന്നാൽ അതിൽ വിഷമിക്കേണ്ടതില്ലെന്നും നിർഭാഗ്യം നമ്മെ ഏത് സാഹചര്യവും നേരിടാൻ പഠിപ്പിക്കുമെന്നും റൂട്ടി പറയുന്നു. അങ്ങനെ ഒരു രീതിയിൽ താൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്ന് സാം സമ്മതിക്കുന്നു. ഭാഗ്യത്തിന്റെ കണങ്ങളുമായി ഇരുവരും ജെഫിനെ കാണാൻ പോകുന്നു. ബേബിനോട് സംസാരിക്കാൻ ജെഫ് സഹായിക്കുന്നു. നിർഭാഗ്യ ലോകത്തിൽ നിന്ന് കിട്ടിയ ഈ ഭാഗ്യത്തിന്റെ കണങ്ങൾ ഉപയോഗിച്ച് രണ്ട് ലോകങ്ങളുടെയും സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാമെന്ന് സാം ബേബിനോട് പറയുന്നു. പക്ഷേ ബേബ് ഒരു നിർഭാഗ്യക്കല്ലിന് പകരം രണ്ട് ഭാഗ്യക്കല്ലുകളാണ് നിർമ്മിക്കുന്നത്. അവ രണ്ടും റാൻഡമൈസറിൽ സ്ഥാപിച്ച് ലോകത്തിൽ നിന്ന് നിർഭാഗ്യം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് അവളുടെ തീരുമാനം. അത് കണ്ട് സാം നിർഭാഗ്യക്കല്ല് എടുത്ത് ബേബിന്റെ പിന്നാലെ ഓടുന്നു. ബേബ് ആദ്യം ഭാഗ്യക്കല്ല് റാൻഡമൈസറിൽ സ്ഥാപിച്ച് രണ്ടാമത്തേത് വെക്കാൻ പോകുമ്പോൾ സാം അവളെ തടയുന്നു. ലോകത്തിൽ നിന്ന് നിർഭാഗ്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ താൻ അനുവദിക്കില്ലെന്ന് സാം പറയുന്നു. നിർഭാഗ്യം തന്റെ ലോകവും സ്വന്തം പ്രണയം നശിപ്പിച്ചുവെന്നാണ് ബേബിന്റെ വിശ്വാസം. എന്നാൽ സാം അതിന് വിരുദ്ധമായ സത്യം അവളെ ഓർമ്മിപ്പിക്കുന്നു. നിർഭാഗ്യമുണ്ടായതുകൊണ്ടാണ് ബേബും ജെഫും തമ്മിൽ കണ്ടുമുട്ടിയത്. അതുപോലെ നിർഭാഗ്യ ലോകത്തിലെ ജീവികളുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഭാഗ്യലോകത്തെ രക്ഷിക്കാനും കഴിയുന്നത്. അത് കേട്ട ബേബ് തന്റെ തീരുമാനം മാറ്റുന്നു. ഭാഗ്യവും നിർഭാഗ്യവും ഒരുമിച്ച് നിലനിൽക്കാൻ അവർ സമ്മതിക്കുന്നു. രണ്ട് കല്ലുകളും റാൻഡമൈസറിൽ സ്ഥാപിച്ചതോടെ സന്തുലിതാവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഭാഗ്യലോകം പഴയ നിലയിലേക്ക് മടങ്ങുകയും മനുഷ്യലോകവും ഭാഗ്യലോകവും തമ്മിലുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സാം വീണ്ടും മനുഷ്യലോകത്തിലേക്ക് മടങ്ങുന്നു. ഈ പ്രാവശ്യം ഹേസലിനെ കാണാനെത്തിയ കുടുംബം അവളെ ദത്തെടുക്കുന്നു. ഒടുവിൽ ഹേസലിനും ഒരു കുടുംബം ലഭിക്കുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് സാം, ബോബ്, ഭാഗ്യലോകത്തിലെ ചില സുഹൃത്തുക്കൾ എന്നിവർ റൂട്ടിയുടെ ബാറിൽ എത്തുന്നു. സഹായത്തിനുള്ള നന്ദിയായി സാം റൂട്ടിക്ക് ഒരു ഭാഗ്യക്കല്ല് സമ്മാനിക്കുന്നു. ഇപ്പോൾ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് ബോബാണ്. നിർഭാഗ്യലോകത്തിലെ സുഹൃത്തുക്കൾ അവനെ തിരികെ വരാൻ ക്ഷണിക്കുന്നു. അതേസമയം ക്യാപ്റ്റൻ പഴയ ജോലി വീണ്ടും ഏറ്റെടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ഈ രണ്ടിലൊന്നും ബോബിന് വേണ്ടിയിരുന്നില്ല. സാമിനൊപ്പം മനുഷ്യലോകത്തിൽ ഒരു കുടുംബമായി ജീവിക്കാനാണ് അവന്റെ യഥാർത്ഥ ആഗ്രഹം. ഒരു വർഷത്തിന് ശേഷം മാർവിന്റെ സൂപ്പർമാർക്കറ്റിന്റെ മാനേജറായി സാം സ്ഥാനക്കയറ്റം നേടുന്നു. ജോലി കഴിഞ്ഞ ശേഷം ബോബിനൊപ്പം അവൾ ഹേസലിനെ കാണാൻ പോകുന്നു. വാരാന്ത്യം ഒരുമിച്ച് ചെലവഴിക്കാനാണ് അവരുടെ പദ്ധതി. ഒടുവിൽ നിർഭാഗ്യം സാമിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ നിന്ന് അകറ്റിയില്ല. 18 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ശേഷം ഒടുവിൽ അവൾക്കും ഒരു യഥാർത്ഥ കുടുംബം ലഭിച്ചു. അതായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം.